4 പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഘർഷത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോണൽ വാങ്ചുക്കിനെ പഴിച്ച കേന്ദ്രം. വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായും അതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രതിഷേധം അക്രമാസക്തമായതോടെ വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചു. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. വളരെ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ലഡാക്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ സാഹചര്യത്തിന് എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ? ഈ വാങ്ചുക്കിനെ മാത്രം പഴിച്ചുകൊണ്ട് കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? നമുക്കറിയാം, കുറച്ചു കാലമായി ഈ ലഡാക്കിന്റെ സ്വയം ഭരണ അവകാശം വേണം, സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യവുമായി അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്നു, പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നടന്നൊരു നിരാഹാര സമരമാണല്ലോ. അതെ ആര്യ, കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ലഡാക്കിലെ ജനങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2019 ജമ്മു കശ്മീർ വിഭജിച്ചുകൊണ്ട് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയത്. ഒന്ന് ജമ്മു കശ്മീരും മറ്റൊന്ന് ലഡാക്കും. ഇതിൽ ജമ്മു കശ്മീരിന് അസംബ്ലി ഉണ്ട്, എന്നാൽ ലഡാക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നേരിട്ട് കേന്ദ്ര ഭരണത്തിന് കീഴിലാണ്, അവിടെ നിയമസഭയില്ല. സ്വാഭാവികമായി അവിടെ സംസ്ഥാന പദവി വേണമെന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന് ഗോത്ര പദവി. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ കുറേ നാളുകളായി ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ തന്നെ പരിസ്ഥിതി പ്രവർത്തകനായ വാങ്ചുക്ക്, അദ്ദേഹം കഴിഞ്ഞ 10-ാം തീയതി മുതൽ നിരാഹാര സമരത്തിലാണ്. ആ സമരത്തിന് പിന്തുണ അറിയിച്ച് വന്നവരാണ് ഇന്നലെ അതാണ് അക്രമാസക്തമാവുകയും പിന്നീട് വെടിവയ്പ്പിലേക്കൊക്കെ നീങ്ങുകയും 4 പേർ കൊല്ലപ്പെടുകയും 70 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതായത് BJP ഓഫീസിന് തീയിട്ടു, CRPFന്റെ വാഹനം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു അക്രമാസക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ വാങ്ചുക്കാണ് ഇതിന് ഉത്തരവാദി എന്ന നിലയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. കാരണം ഒന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വാങ്ചുക്കിന്റെ ചില പരാമർശങ്ങൾ അത് ഇത്തരം സമരക്കാർക്ക് അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് പ്രകോപനം സൃഷ്ടിച്ചു എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതായത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചിരുന്നതാണ്. അതായത് 10-ാം തീയതി നിരാഹാര സമരം ആരംഭിക്കുന്നു, പക്ഷേ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരുന്നു. അതായത് ലേ അപെക്സ് ബോഡി, ഒപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവരുമായി സർക്കാർ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 26-ാം തീയതി, അതായത് അടുത്ത ദിവസം ചർച്ചയ്ക്ക് സജ്ജമായിരുന്നു. അതിനിടയിലാണ് ഇത്തരം അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. അതിന് പ്രധാനപ്പെട്ട കാരണം വാങ്ചുക്കിന്റെ പ്രസ്താവനയാണെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്നത്.